നമസ്കാരം. അങ്ങനെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടുവെന്ന സ്ഥിരീകരണങ്ങൾ പുറത്തു വരികയാണ്. ഇത് പുറത്തു വരുന്നതോടെ തെളിയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെയും മൊസാദിന്റെയും ഒക്കെ കൃത്യമായ പ്ലാനിംഗ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം തങ്ങളെ ആക്രമിക്കില്ല, ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം അത് ഹിസ്ബുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. മാത്രമല്ല, ഇസ്രായേൽ ഇതിനു മുൻപ് തന്നെ ഒരു സാധാരണയായിട്ട് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട് ലെബനനിലുള്ള ജനതയ്ക്ക്. കാരണം ഞങ്ങൾ ഇവിടം ആക്രമിക്കും, നിങ്ങൾ ഇവിടം വിട്ടു പോകണം, നിങ്ങളുടെ മുറികൾക്കുള്ളിലൊക്കെ ഡൈനിങ് റൂമിലൊക്കെ ഇവരുടെ അതായത് ഹിസ്ബുള്ളയുടെ മിസൈൽസ് ആണുള്ളത്, അവർ നിങ്ങളെ മനുഷ്യ കവചമാക്കി ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിട്ടു പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഇസ്രായേൽ സൈന്യവും മൊസാദും ഒക്കെ ചേർന്ന് മറ്റൊരു വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തി. അതാണ് സത്യത്തിൽ എല്ലാ ഹിസ്ബുള്ള നേതാക്കളും തന്നെ ഇപ്പോൾ ചത്ത് മലച്ചു പോകാൻ കാരണമായത്. കാരണം ഇവർ പറഞ്ഞു, ഒരു മാപ്പ് ഇറക്കി ഇസ്രായേൽ സൈന്യം. ഈ മാപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു, ഈ മാപ്പിലുള്ള സ്ഥലത്ത് ഞങ്ങൾ ആക്രമണം നടത്താൻ പോവുകയാണ്, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ഇവിടെ വിട്ട് പോകണം, ഞങ്ങളുടെ യുദ്ധം ഹിസ്ബുള്ളയ്ക്ക് നേരെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിട്ട് പോകണം എന്നുള്ളത് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് അറിയിച്ചതോടുകൂടി തന്നെ ഇവിടെ തിങ്ങിപ്പാർത്തിരുന്ന ഈ ഹിസ്ബുള്ളയുടെ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, ഈ ഹിസ്ബുള്ള നേതാക്കൾ എല്ലാവരും ഇവർ മാളത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവരുടെയൊക്കെ സുരക്ഷാ കവചം എന്ന് പറയുന്നത് ബങ്കറുകളാണ്, ഭൂമിക്കടയിലുള്ള ബങ്കറുകളാണ്. അതായത് ഈ ഹിസ്ബുള്ള നേതാക്കളെ ഒരുമിച്ച് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ഒരു മാപ്പ് ഇറക്കി, സത്യം പറഞ്ഞാൽ ചതിച്ചു എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു മാപ്പ് ഇറക്കിയതോടുകൂടി ഈ ഹിസ്ബുള്ളയുടെ ഈ നസ്രള്ള അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഈ ബങ്കറുകളിലേക്ക് മാറി. ഈ ബങ്കറുകളിലേക്ക് മാറിയതിനു ശേഷം കൃത്യമായ വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം, അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെ മൊസാദ് ഈ ടീം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സൈന്യം വളരെ വ്യക്തമായി ഇവരെല്ലാവരും, അതായത് ഇവർക്ക് ചാര ഉപഗ്രഹങ്ങളും സെൻസറുകളും ഒക്കെ ഉണ്ട്, അപ്പോൾ ഇവർ എവിടേക്ക് പോകുന്നു, ഈ ഹിസ്ബുള്ള നേതാക്കളൊക്കെ എവിടേക്ക് പോകുന്നു എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഇവരെ എല്ലാവരെയും ഒരേ താവളത്തിലേക്ക് എത്തിച്ചതിനു ശേഷം ഇവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുകയാണ്, ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, ഇവർ ഇന്ന സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയാണ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എത്തുകയാണെന്ന്. അതോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഐക്യരാഷ്ട്രസഭയിലേക്ക് അദ്ദേഹം കയറുന്നതിന് മുൻപെയാണ് ഇത്തരത്തിലൊരു വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വിവരം ലഭിക്കുന്നു, ബെഞ്ചമിൻ നെതന്യാഹു സിനിമ സ്റ്റൈലിൽ പറയുന്നു, അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്, അവരിനി വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നു. ഇതോടുകൂടിയാണ് വെറും ബോംബുകളല്ല അവിടെ വർഷിക്കപ്പെട്ടത്, അവിടെ വർഷിച്ചത് എന്ന് പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതായത് ഈ ബോംബുകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി ഈ ഭൂമിക്കടിയിൽ ഈ ഇവന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ താവളങ്ങളുണ്ടല്ലോ, ബങ്കറുകളിലൊക്കെ തുരങ്കങ്ങളും ഒക്കെ ഉണ്ടാക്കി അവിടെ സുരക്ഷിതമായിരിക്കുമല്ലോ. പക്ഷേ ഈ ബോംബുകൾ വർഷിച്ചാൽ ഭൂമിയുടെ മുകളിലല്ല, ഭൂമിക്ക് അടിയിലേക്ക് ആഴ്ന്നിറങ്ങി പൊട്ടിത്തെറിക്കാനുള്ള ശേഷിയുള്ള ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഈ ബോംബുകളാണ് ഈ നസ്രല്ലയുടെ തലയ്ക്ക് മുകളിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടതും ഇത് ആഴ്ന്നിറങ്ങി പൊട്ടിത്തെറിച്ചതും. അപ്പോൾ നസ്രല്ല മാത്രമല്ല മരിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിനു ശേഷമാണ് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിലേക്ക് പൊതുസഭയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കയറുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വെച്ച് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും കശാപ്പ് പശുക്കളാക്കി മാറ്റണ്ട, ഞങ്ങൾ അതിനുള്ള ഒരു ആട്ടിൻ കൂട്ടങ്ങളല്ല, ഞങ്ങളെ കശാപ്പ് ചെയ്യാമെന്ന് നോക്കണ്ട, ഞങ്ങൾക്ക് നേരെ ആര് ഇറങ്ങി തിരിച്ചാലും ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് മുഴുവൻ
ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഒരൊറ്റ കുഞ്ഞ് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ തച്ചു തകർക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഞങ്ങൾ അതൊന്നും കണ്ടു നിൽക്കുകയില്ല. കാരണം ഇവരത് പറയുന്നതിന് കൃത്യമായ കാരണമുണ്ട്. ഈ നാട്, അതായത് ഇസ്രയേൽ എന്ന നാട് രൂപം കൊണ്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പ്രകോപനങ്ങൾ സഹിക്കുകയും അവരുടെ ആക്രമണങ്ങൾ സഹിക്കുകയും അവരിൽ നിന്ന് രക്ഷ നേടി അവരുടെ രാജ്യത്തെ ഇത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ജനതയാണ് ജൂത ജനത. അവരെ അങ്ങോട്ട് കയറി അടിക്കുകയാണ്. ഒരു കൊച്ചു രാജ്യം ഇവർക്കിടയിൽ നിലനിന്നത് കൊണ്ട് ഇവർക്കെന്ത്? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു രാജ്യത്തിനെയും അങ്ങോട്ട് പോയി അടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ പിടിച്ചെടുത്തിട്ടുള്ള ഗോലാൻ കുന്നുകളായാലും ഗലീലി ആയാലും ഒക്കെ ക്ഷമ കെട്ടതിന് ശേഷമാണ്. ആദ്യമൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം വിട്ടുകൊടുക്കുമായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. പിന്നീട് വിചാരിച്ചു ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങൾ തിരിച്ചടിക്കുന്നു, ഞങ്ങൾ ആ പ്രദേശം കൈക്കലാക്കുന്നു, എന്നിട്ട് ഇവന്മാർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഇവന്മാർ ഞങ്ങളെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ സ്ഥലം ഞങ്ങളുടേതായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കൊച്ചു രാജ്യം ഇതെല്ലാം ഇവരോട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതല്ലാതെ ഇസ്രയേലിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങോട്ട് കയറി ഒരിക്കൽ പോലും ആക്രമിക്കുകയില്ല. അവർ അവരുടെ വിശ്വാസത്തിലൂന്നി അവരുടെ രാജ്യത്തെ ഉന്നതിയിലെത്തിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ്. ഈ യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പുറത്തു വന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവരെ ബന്ദികളാക്കിയപ്പോൾ പോലും ഇവരുടെ പ്രാർത്ഥന ചൊല്ലി, അവരുടെ യഹോവയിലുള്ള വിശ്വാസത്തെ പ്രതി അവർ പ്രാർത്ഥന ചൊല്ലിയാണ് ആ ഇസ്രായേൽ സൈന്യം ബന്ദികളാക്കപ്പെട്ട് ഇവരുടെ കൂടെ പോകുന്നതുമൊക്കെ. അപ്പോൾ അത്രമേൽ ദൈവവിശ്വാസത്തോടുകൂടി, അതായത് അവരുടെ ഏറ്റവും സുപ്രീം എന്ന് പറയുന്നത് യഹോവയാണ്. അപ്പോൾ അവർക്ക് മീതെ യഹോവയുടെ കനിവ് എന്നും ഉണ്ടാകുമെന്ന് കരുതി ജീവിക്കുന്ന ഒരു ജനത്തിനുമേൽ വെറുതെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഈ ഇസ്ലാം തീവ്രവാദ സംഘടനകൾ എന്ന് തന്നെ പറയണം. ഒരിക്കലും പലസ്തീനോടോ ഗസയോടോ ആയിട്ടല്ല യുദ്ധം ചെയ്തത്. ഹമാസ് കയറി അടിച്ചത് കൊണ്ടാണ്. ഹമാസ് ഒരു സുന്നി സംഘടനയാണ്, സുന്നി മുസ്ലിം ബ്രദർഹുഡാണ് ഹമാസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് കയറി അടിച്ചതാണ്. ഒരിക്കലും അവർ അങ്ങോട്ട് കയറി അടിച്ചതല്ല. ഇങ്ങോട്ട് കയറി അടിക്കുന്നു, ഇസ്രായേൽ ജനത്തെ, ഇസ്രായേൽ വനിതകളെ ബലാത്സംഗം ചെയ്യുന്നു. വളരെ മോശമായ രീതിയിൽ തന്നെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇനി അവർക്ക് ഒരിക്കലും ഇതൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഹമാസിനെ തീർക്കാനായിട്ട് ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം പുറപ്പെടുന്നത് പോലും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 വർഷമാകുന്നു ഹമാസ് ഇസ്രായേൽ ഈ പ്രക്ഷോഭം തുടങ്ങിയിട്ട്. അതിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ ഗസയിൽ നിന്ന് ഇനി ഇവർ ലെബനിലേക്ക് യുദ്ധം തിരിച്ചുവിടുകയാണ്. ലെബനിലെ, അതായത് സുന്നി മുസ്ലിം സംഘടനയായിട്ടുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസുമായുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഹിസ്ബുള്ള കയറി ചൊറിഞ്ഞതാണ് ഇസ്രായേലിനെ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഗസയെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക്, അതായത് ഹിസ്ബുള്ളയ്ക്ക് നേരെ പോർമുഖം തിരിക്കാമെന്നേ ഇസ്രായേൽ കരുതിയിട്ടുണ്ടായുള്ളൂ. ഇവർക്ക് സ്വസ്ഥമായി നിലനിൽക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇസ്രായേൽ ജനത്തിനെതിരെ ഇവർ നടത്തുന്നത് യാതൊരു കാര്യവുമില്ലാത്ത ഒരു പക്ഷെ നമ്മളുടെ നാട്ടിലുള്ള ചില ആളുകൾ ഇസ്രായേൽ പലസ്തീൻ ജനതയെ വെറുതെ കൊന്നൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പലസ്തീന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായ രീതിയിൽ കണ്ണീരൊഴുക്കുകയാണ്. എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു പോകുന്നില്ല. പലസ്തീനിൽ മുസ്ലിമുകളാണ്, അതുകൊണ്ടാണ് ഈ കണ്ണീരൊഴുക്കുന്നത്. എത്രയോ യഥാർത്ഥ മുസ്ലിമുകൾക്ക് ഇതിൻ്റെ യഥാർത്ഥ കാരണം അറിയാം. അവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതേയില്ല. അവർക്കറിയാം ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയാം. ഇത് വെറുതെ ഒരു പ്രക്ഷോഭം വെറുതെ നമ്മുടെ നാട്ടിൽ ഇതിനെ പ്രതി കൂടി ഉണ്ടാക്കാൻ സാധ്യമെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള, മാനസിക വൈകൃതമുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുമുണ്ട്. എന്ത് തന്നെയായാലും പറഞ്ഞു വന്നത്, ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര സഭയിൽ കൃത്യമായിട്ടും ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് തന്നെ പറഞ്ഞത്
ഇവർക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇനി മുസ്ലിം തീവ്രവാദ സംഘടനയിൽ നിന്ന് ആരെങ്കിലും ഇവർക്കെതിരെ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടി ഉറപ്പാണ്. അതിന് വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട എന്നുകൂടി ആ രാഷ്ട്രത്തലവൻ അങ്ങനെ ഒരു സഭയുടെ മുന്നിൽ പറയുകയാണ്. എന്നിട്ട് കുറച്ചു പേർ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തില്ല, കുറച്ചു രാജ്യങ്ങൾ. പിന്നീട് ഇവിടെ നിന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് രണ്ട് രാജ്യങ്ങളാണ്, സ്ലൊവേനിയയും പാകിസ്ഥാനും. സ്ലൊവേനിയ ഏതാണ് മുസ്ലിം ബ്രദർഹുഡിലേക്ക് പോകുന്ന ഒരു പാതയിലുള്ള രാജ്യമാണ്. പാകിസ്ഥാനെ നമുക്ക് അറിയാവുന്നതുമാണ്. എന്തായാലും ഈ ഐക്യരാഷ്ട്ര സംഘടന മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് തന്നെ IDF അറിയിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ബങ്കറിൽ ഇവരെല്ലാവരും ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ രാഷ്ട്രത്തലവൻ ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രത്തലവൻ പറയുകയാണ് അവരെ അങ്ങ് തീർത്തേക്കെന്ന്. അതോടുകൂടിയാണ് അവിടെ ആക്രമണം നടക്കുന്നത്. അങ്ങനെയാണ് ആക്രമണം നടത്തി ഇവരെ എല്ലാവരെയും വധിക്കുന്നത്. ഇനി വധിച്ചത് നസ്രല്ലയെ മാത്രമല്ല, നസ്രല്ലയ്ക്ക് ശേഷം ആരെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ഹഷാം സഫിദീൻ എന്ന് പറയുന്ന ഒരാളെ കൂടി വധിച്ചിട്ടുണ്ട്. മാത്രമല്ല നസ്രല്ലയുടെ മകൾ കൂടി ഈ ഘട്ടത്തിൽ മരിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഹഷാം സഫിദീനും മകളും മരിച്ചിട്ടുള്ള വാർത്ത അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിന് നമുക്ക് സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഹസൻ നസ്രല്ലയുടെ തലയ്ക്ക് മീതെ വീണതും ചിതറിത്തെറിക്കാൻ ഇടയായതും. നന്ദി.